തന്നെയാണ്, അങ്ങനെ ആകാശ് തന്നെയാണ് ആദിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ള സത്യം ശരിക്കും പറഞ്ഞാൽ രചന മനസ്സിലാക്കുക കേട്ടോ. അതറിയുന്ന രചന ദേഷ്യത്തോട് കൂടി തന്നെ അകത്തേക്ക് കേറാണ്. എടോ ആകാശേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ആകാശം എഴുതുന്നുണ്ട്, എന്താ രചന, എന്താ നിന്റെ ഭാവത്തിലൊക്കെ ഒരു മാറ്റം? തനിക്കറിയില്ലല്ലേ എന്റെ ഈ മാറ്റത്തിന് കാരണം, തനിക്കറിയില്ലല്ലേ രചന, നീ എന്തൊക്കെയാ പറഞ്ഞത്, ഇങ്ങോട്ട് ഇറങ്ങി വാടോ എന്ന് പറഞ്ഞ് കഴുത്തിനെ പിടിച്ച് പുറത്തേക്ക് ഇറക്കുവാണ്. താൻ എന്താ വിചാരിച്ചത്, എന്നെ മണ്ടിയാക്കാൻ പറ്റുന്നോ, എന്നെ ഒരു പൊട്ടിയാക്കാൻ പറ്റുന്നോ? കാറിന് നമ്പർ മാറ്റിയിട്ട് വേറൊരു കാറാണ് എന്റെ ആദ്യം ഇടിച്ചെന്ന് പറഞ്ഞ് താൻ ഉണ്ടാക്കിയില്ലേ രചന, അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വേറൊരു കാറാ ഇടിച്ചത്, സത്യം മനസ്സിലായോടെ എനിക്ക്, തന്റെ കാർ തന്നെയാണ് അവൻ ഇടിച്ചത്. അതിനുശേഷം പ്രശ്നം വശമാക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെ കാറിന്റെ നമ്പർ മാറ്റി എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ആ വീഡിയോ കാണിച്ചു തന്നത്. സത്യമൊക്കെ എനിക്ക് മനസ്സിലായി, തന്റെ മുഖം മൂടി വലിച്ച് കീറിയിടും ഞാനീ. താന് തന്റെ മനസ്സിൽ എപ്പോഴും മഹേഷിനെ തോൽപ്പിക്കണം ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എന്നെ എന്റെ മോനെ താൻ മുതലെടുക്കായിരുന്നു. മതിയടോ, നിർത്തിയടോ, ഞാൻ എന്റെ സർവീസ് ഞാൻ നിർത്തി. ഇനി തന്റെ കൂടെ ഞാൻ ജീവിക്കില്ല, എന്റെ മോനും ഇനി ഈ വീട്ടിൽ ഉണ്ടാവില്ല. രചന, നീ എന്നെ വീട്ടിൽ പോവില്ലേ, പോയി കഴിഞ്ഞാൽ തോറ്റു പോകും രചന. താൻ തോൽക്കും, തനിക്ക് തോൽക്കണം. താൻ തോൽക്കാതിരിക്കാനായിട്ടാണ് താൻ ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. തനിക്ക് തോൽക്കാതിരിക്കാൻ പറ്റില്ല. താൻ എന്തായാലും തോക്കണോടോ. കാണുന്നതോ, താൻ നോവിച്ചത് എന്റെ മോനെയാണ്. മഹേഷിന്റെ പല കാര്യത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്, പക്ഷെ എന്റെ മോന് അത് ആര് തൊട്ടാലും, ആകാശ് ആണെങ്കിലും മഹേഷ് ആണെങ്കിലും ആരാണെങ്കിലും ഈ ലോകത്ത് ആരാണെങ്കിലും ഞാനെന്നല്ല ഒരു അമ്മയെ സഹിക്കലുള്ള സ്വന്തം മോന ആരെന്ത് ചെയ്താലും. അതുകൊണ്ട് നിങ്ങളുടെ സർവീസ് ഞാൻ നിർത്തി. ഇവിടുന്ന് ഈ സെക്കൻഡ് ഞാൻ എന്റെ മോനെ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പോവാണ്. ആദി, മോനെ ആദി എന്ന് പറഞ്ഞ് വിളിക്കാണ്. എന്താ അമ്മേ, നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയണത്? ഞാൻ പറഞ്ഞ എന്റെ മോൻ അനുസരിക്കില്ല. അനുസരിക്കും. നമുക്ക് ഇവിടുന്ന് പോകാം. എവിടേക്കാണ് പോണത്, എവിടേക്കെങ്കിലും പോകാം. എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട. എന്താ അമ്മേ കാരണം? കാരണമൊക്കെ നമ്മോട് വഴിയെ പറഞ്ഞു തരാം എന്ന് രചന പറയുന്നുണ്ട്. അതേസമയം ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ നമ്മുടെ ഇഷ്ട പിന്നീട് വിളിക്കുന്നത് മഹേഷിനെ ആട്ടോ. മഹേഷിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഹലോ മഹേഷ്, മഹേഷ് തിരക്കിലാണോ? ഇല്ല, എന്താടോ? മഹേഷിന് വൈകിട്ട് ഒന്ന് വരാൻ പറ്റോ, പുറത്തു വരാ? ആ അതിനെന്താ, ഞാൻ വരാലോ. ചിപ്പിനെ കൂട്ടണോ? വേണ്ട, മഹേഷ് മാത്രം വന്നാ മതി എന്ന് പറയണം. അങ്ങനെ ഇഷിത മഹേഷിനെ പുറത്ത് കാത്തു നിൽക്കാട്ടോ. മഹേഷ് വരുന്നുണ്ട്. മഹേഷിനാണെങ്കിൽ ആകെ പേടിയാവാണ്. ഇഷിത കയ്യിൽ വല്ല ഡിവോഴ്സ് പേപ്പർ ഉണ്ടോ, ബന്ധം വേർപെടുത്താനായിട്ടാണോ എന്തിനു വിളിപ്പിക്കുന്നത് എന്നൊക്കെ ഒരു ടെൻഷൻ ആട്ടോ മഹേഷിനുള്ളിൽ ആകെ. മഹേഷ് ഇഷിതയുടെ അടുത്തേക്ക് പോയി നിൽക്കണ്ട്. ഇഷിത, എന്താ മഹേഷിന് ടെൻഷൻ പോലെ? ഓ, ഞാൻ വിളിപ്പിച്ചത് നമ്മുടെ ബന്ധം വേർപെടുത്താനാണെന്ന് വിചാരിച്ച് കാണുമായിരിക്കും അല്ലെ? മഹേഷ് ഒന്നും മിണ്ടുന്നില്ല. ഞാനെന്തിനാ മഹേഷ് ബന്ധം വേർപെടുത്തുന്നത്? മഹേഷിന് ഒരു മോളുണ്ട്, ചിപ്പി. അതിപ്പോ എന്റെയും കൂടി മോളല്ലേ. ഇപ്പൊ ഞാൻ അറിഞ്ഞു മഹേഷിന് ഒരു മോൻ കൂടെ ഉണ്ടെന്ന്. അപ്പോ മഹേഷിന്റെ മോൻ പറഞ്ഞ അവൻ എന്റെ മോനല്ലേ മഹേഷ് എന്ന് സന്തോഷത്തോടെ ഇഷിത പറയാണ്. ഇഷിതയുടെ കണ്ണുകളിലെ സന്തോഷം കാണുമ്പോഴേക്കും മഹേഷിന് ഭയങ്കര സന്തോഷമാവാട്ടോ. എടോ, താനിതൊക്കെ കാര്യമായിട്ടാണോ പറയണത്? എനിക്ക് വളരെ പേടിയായിരുന്നു ഈ ഒരു സത്യം തന്നോട് പറയാനായിട്ട്. മഹേഷിന്റെ അടുത്ത് നിന്ന് രണ്ട് സത്യങ്ങളാണ് ഒളിച്ചു വെച്ചത്. ഒന്ന് വിനോദ് മാളിയേക്കൽ മഹേഷിന്റെ സ്വന്തം അനിയനാണെന്ന് പറഞ്ഞില്ല, അത് വിനോദായിട്ട് തന്നെ എന്നോട് പറഞ്ഞു. അന്ന് എനിക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നെന്ന് മഹേഷിന് അറിയാവോ? അന്ന് ആ സന്തോഷത്തിന് ഞാൻ കാർ ഓടിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അന്ന് ആ ആക്സിഡന്റ് സംഭവിച്ചത്. അന്ന് ആക്സിഡന്റ് സംഭവിച്ചത് ആർക്കാണെന്ന് അറിയാവോ? ഞാൻ എപ്പോഴും ഇഷാദ് ഇഷാദ് എന്ന് പറയാറില്ലേ, ആ ഇഷാദ് ആരാന്ന് മഹേഷിന് അറിയാവോ? അതാണ് ആദി. ആദിയോ? ആ ഒരാഴ്ച അവന് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മഹേഷ് അവനെ കണ്ടപ്പോ മഹേഷിനോട് ഭയങ്കര സ്നേഹത്തിലല്ലേ അവൻ സംസാരിച്ചത്. കാരണം എന്താണെന്ന് മഹേഷിന് ഇപ്പൊ മനസ്സിലായോ? കാരണം അച്ഛനാണെന്ന് പറഞ്ഞേ അവന്റെ ഡാഡിയാണെന്ന് പറഞ്ഞിട്ട് മഹേഷിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തു. ഓർമ്മയില്ലാത്ത ആദി അത് തന്റെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചു. കാരണം മഹേഷനാണ് അവന്റെ അച്ഛൻ. പക്ഷെ മഹേഷിന്റെ അടുത്തേക്ക് അന്ന് അതുകൊണ്ട് അവൻ സ്നേഹത്തോടെ വന്നു. ഓ, ഞാനും വിചാരിച്ചു ആദിക്കത് എന്ത് സംഭവിച്ചു. അവൻ എന്നെ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. കാരണം രചന വളർത്തിയതാണല്ലോ, അതിന്റെ എല്ലാ വളർത്തു ദോഷവും അവനുണ്ട് എന്ന് പറയാണ്. അതൊന്നും സാരമില്ല മഹേഷ്, അവൻ നമ്മുടെ മോനല്ലേ, അവൻ നമുക്ക് നേരെയാക്കി എടുക്കാം എന്ന് പറയാണ്. അങ്ങനെ ഇഷിതയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ മഹേഷ് വീട്ടിലേക്ക് തിരിച്ചു വരുവാട്ടോ. അങ്ങനെ ഇഷിത രാത്രി ആകുമ്പോഴേക്കും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ബാത്റൂമിലേക്ക് പോവാണ്. ആ സമയത്ത് മഹേഷ് ബെഡ്റൂം ഒക്കെ നന്നായിട്ട് അലങ്കരിക്കാട്ടോ. കുറച്ച് റോസാപ്പൂക്കളൊക്കെ വെച്ചിട്ട് ബെഡിന്റെ മോളിൽ തന്നെ ഒരു ലവിന്റെ സിമ്പിൾ ഒക്കെ റോസാപ്പൂ വെച്ച് അലങ്കരിക്കുകയാണ്. തൊട്ട് താഴെ സോറി എന്ന് റോസാപ്പൂക്കൾ കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇഷിത കുളി കഴിഞ്ഞ് വരുമ്പോൾ ഞെട്ടിപ്പോവാണ്. ബെഡിൽ നോക്കുമ്പോഴേക്കും ലവിന്റെ സിമ്പിളും സോറി എന്ന് പറഞ്ഞ സിമ്പിൾ. ഇതെന്താ മഹേഷ് എന്ന് ചോദിക്കുമ്പോഴേക്കും മഹേഷ് പെട്ടെന്ന് ഇഷിതയുടെ മേത്തേക്ക് കൈ ഇങ്ങനെ വെക്കുവാട്ടോ. സോറി ഇഷിത, ശരിക്കും സോറി, ഞാൻ എന്റെ മനസ്സിൽ നിന്ന് തന്നെയാ പറയുന്നത്. ഇനി ഒരിക്കലും തന്നെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ നോക്കാടോ എന്ന് പറയണേ. നമുക്കൊരു പുതിയ ജീവിതം ആരംഭിച്ചൂടെ? ഇപ്പൊ എന്റെ മനസ്സിലും തന്റെ മനസ്സിലും ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ ജീവിതം ആരംഭിച്ചുകൂടി ഇഷിത എന്ന് ചോദിക്കാണ്. ഇഷിത ചെറിയ നാണത്തോടു കൂടി തന്നെ മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. കാരണം ശരിയാ മഹേഷ് പറഞ്ഞത്, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഉടക്കിയായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. പിന്നെ പിന്നെ ആ പലപ്പോഴും സ്നേഹത്തിലേക്ക് വഴി മാറി. പക്ഷെ നമ്മളത് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ അംഗീകരിക്കുന്നു, എനിക്ക് മഹേഷിനോട് ഇഷ്ടമുണ്ട് എന്ന് ഇഷിത പറയാണ്. ഇഷിതയുടെ മഹേഷ് പറയുന്നത്, എനിക്ക് തന്നെ കണ്ടപ്പോ തന്നെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഇഷിതയുടെ തോളത്ത് പിടിച്ചുകൊണ്ട് മഹേഷ് ബെഡിലേക്ക് ഇരുത്താണ്. അത്രേ പ്രൊമോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം മഹേഷിന് എന്തോ ഒരു സംഭവം പിന്നെ വേസ്റ്റ് പിന്നീന്ന് നമ്മുടെ ഇഷിതയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇഷിത നെട്ടലോട് കൂടി തന്നെ ആ പേപ്പർ ഇങ്ങനെ നോക്കുന്നുണ്ട്. പ്രൊമോയിൽ പ്രത്യേകം പറയുന്നുണ്ട്, മഹേഷും ഇഷിതയും പിന്നെയും അകലുകയാണോ, ഒന്നിക്കുമ്പോ അകലുകയാണോ എന്ന്. ഇനി അകലുകയാണെന്നുണ്ടെങ്കിൽ തീർന്നു. എന്തായാലും മഹേഷും ഇഷിതയും ഒന്നിക്കാൻ തന്നെ പോവാണ്. അവരൊന്നിക്കും കേട്ടോ. അങ്ങനെയാണ് ഇഷിത പ്രഗ്നന്റ് ഒക്കെ ആവണത്.
അപ്പൊ അങ്ങനെ മഹേഷും ഇഷിത ഒന്നിക്കുന്ന ഭാഗമാണ് കാണാൻ പോണത്. അത് മാത്രല്ല രചന ആദിനം കൊണ്ട് വരുന്നുണ്ടല്ലോ. ആദിനം കൊണ്ട് വരുമ്പോ രചനക്ക് പോകാൻ വേറൊരു സ്ഥലവും ഇല്ല. മഹേഷിന്റെ വീട്ടിലേക്ക് പോയാലോ? എന്തൊക്കെ പറഞ്ഞ തന്നെ രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ മഹേഷ്. താൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മഹേഷിന്റെ കയ്യും കാലും പിടിച്ച് വീട്ടുകാരുടെ കയ്യും കാലും പിടിച്ച ചിലപ്പോൾ ഇഷിതനെ ഉപേക്ഷിച്ച് തന്നെ മഹേഷ് സ്വീകരിച്ചാലോ എന്നൊരു പൊട്ട ചിന്ത പോലും രചനക്ക് വന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രചന ആദിനം കൊണ്ട് വരുന്നത് മഹേഷിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. മഹേഷ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴേക്കും നിന്നോടോ ഞാനോ ഈ ജന്മം ക്ഷമിക്കാനോ? ഞാനും മാത്രമല്ല എന്റെ വീട്ടുകാരും ആരും ക്ഷമിക്കില്ല. പക്ഷെ എന്റെ ഈ മോനോട് ഞാൻ ക്ഷമിക്കും. കാരണം നീയാണ് ഇവനെ വളർത്തി വഷളാക്കി ചീത്താക്കിയത്. പക്ഷെ ഞാൻ ഇവനെ സ്നേഹിച്ചിട്ടുള്ളൂ. എന്നും എന്റെ സ്നേഹം ഇവൻ എപ്പോഴെങ്കിലും തിരിച്ചറിയുന്നു എനിക്കറിയാം. അന്ന് ഇവൻ എന്റെ അടുത്തേക്ക് വരും. ഇവ വലുതായി വരുന്ന പയ്യനല്ലേ. ഇവന് നാളെ സമയത്ത് ഒറ്റയ്ക്ക് ചിന്തിക്കാനുള്ള ബോധം വരും. അപ്പോഴായിരിക്കും ഈ അച്ഛന്റെ നല്ല സ്വഭാവങ്ങൾ ഇവൻ തിരിച്ചറിയണത്. ഇപ്പൊ നിന്റെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ നീ പറഞ്ഞതനുസരിച്ച് ചലിക്കുന്ന ഒരു പാവ മാത്രമാണ് എന്റെ ആദി എന്നൊക്കെ പറയണം. അങ്ങനെ ആദ്യമൊക്കെ ഉടക്കുന്നുണ്ടെങ്കിൽ പിന്നീട് മഹേഷിന്റെ അടുത്തേക്ക് വരും കേട്ടോ. പക്ഷെ മഹേഷിനെ മാത്രമേ ആദിക്ക് പിന്നീട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഇഷിത അപ്പോഴും ഒരു രണ്ടാം തരക്കാരിയായിട്ടാണ് ആദി കാണുന്നത്. ആദ്യം ഒരുപാട് ഇഷിതനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഉപദ്രവിക്കുക വെച്ചാല് മാനസികമായിട്ടും അതുപോലെ കുറ്റപ്പെടുത്തലും അതുപോലെ കുത്തുവാക്കുകൾ പറയലും അതൊക്കെ തന്നെയാണ് ആദിയുടെ ഇനിയുള്ള ജോലി എന്ന് പറയുന്നത്. തന്റെ അച്ഛനെയും അമ്മേനെ അകറ്റാൻ വന്ന ഒരു സ്ത്രീ അങ്ങനത്തെ രീതി തന്നെയാണ് ഇഷിതനെ കാണുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് രചന പറയുകയും ചെയ്യും ആദ്യ അടുത്ത് ഇഷിത ഇല്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ ജീവിച്ചാനായിരുന്നു. നീയും ഞാനും ചിപ്പിയും അച്ഛനും മഹേഷും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു. നിനക്ക് അച്ഛമ്മയും അച്ചാച്ചനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. ഇഷിത തന്നെയാണ് അതിന്റെ നടുക്ക് വന്നിരിക്കുന്നത്. അവള് പോയാൽ മാത്രമേ എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പൊ അത് കേൾക്കുന്ന ആദ്യമാണ് പിന്നീട് നമ്മുടെ ഇഷിതനെ പുറത്താക്കാൻ വേണ്ടിയൊക്കെ നോക്കണം കേട്ടോ. പക്ഷെ